നമസ്കാരം. കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ദുരൂഹതകൾക്കും വഴിവെച്ച ഒരു കൊലപാതക കേസിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 2009 ഓഗസ്റ്റ് 21 നടന്ന പോൾ മുത്തൂറ്റ് വധക്കേസ്. പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സാരഥികളിലൊരാൾ നടുറോഡിൽ കൊല്ലപ്പെട്ടപ്പോൾ അതൊരു സാധാരണ കൊലപാതകത്തിനപ്പുറം വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത്. 2009 ഓഗസ്റ്റ് 21 അർദ്ധരാത്രിയിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പോൾ മുത്തൂറ്റ് എന്ന പോൾ എം ജോർജ് കുത്തേറ്റു മരിക്കുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും പരിക്കേൽക്കുന്നു. ഒരു റോഡ് അപകടത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ കണ്ടെത്തൽ. ഒരു ടെമ്പോ ട്രാവലർ സംഘമാണ് ഇതിന് പിന്നിലെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. പോളിനൊപ്പം ആ രാത്രി കാറിലുണ്ടായിരുന്നത് കേരളത്തിലെ കുപ്രസിദ്ധ ഗുണ്ടകളായ ഓം പ്രകാശും പുത്തൻപാലം രാജേഷുമായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് കേസിന്റെ ഗതി മാറുന്നത്. ഇവർക്ക് ഭരണകക്ഷിയിലെ പ്രമുഖരുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം കൂടി ആയപ്പോൾ സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായി. അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ ഓം പ്രകാശ് പങ്കെടുത്തതിന്റെ ചിത്രം പുറത്തുവന്നത് ഈ വിവാദങ്ങൾക്ക് കൂടുതൽ എരിവ് പകർന്നു. പോലീസ് അന്വേഷണത്തിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി പോളിന്റെ അച്ഛൻ എം ജോർജ് മുത്തൂറ്റ് ഹൈക്കോടതിയെ സമീപിച്ചു. അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്ന വാഹനങ്ങളിലെ നാശനഷ്ടങ്ങൾ, സാക്ഷികളുടെ മൊഴിമാറ്റം എന്നിവരെല്ലാം സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഒടുവിൽ ഹൈക്കോടതി കേസ് CBIക്ക് വിട്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് CBIയുടെ അന്വേഷണവും ഏറെക്കുറെ പോലീസിന്റെ ആദ്യ കണ്ടെത്തലുകളെ ശരിവയ്ക്കുന്നതായിരുന്നു. ഇതൊരു ക്വട്ടേഷൻ കൊലപാതകമല്ലെന്നും ഒരു ബൈക്ക് അപകടത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമായിരുന്നു CBIയുടെയും കണ്ടെത്തൽ. ക്യാരി സതീഷ് എന്നറിയപ്പെടുന്ന സതീഷാണ് പോളിനെ കുത്തിയതെന്നും അവർ കണ്ടെത്തി. 2015 CBI കോടതി ക്യാരി സതീഷ് ഉൾപ്പെടെ 9 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ നടന്ന അപ്പീലിൽ ക്യാരി സതീഷിന്റെ ശിക്ഷയൊഴികെ മറ്റെല്ലാവരെയും വെറുതെ വിട്ടു. ഇന്നും ഈ കേസിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തിനാണ് ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ആ രാത്രി പോളിനൊപ്പം യാത്ര ചെയ്തത്? ഒരു ബൈക്ക് അപകടം മാത്രമായിരുന്നോ കൊലപാതകത്തിന് കാരണം? എന്തുകൊണ്ടാണ് മറ്റെല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാതെ കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ദുരൂഹമായ ഒരു ഏടായി പോൾ മുത്തൂറ്റ് കേസ് ഇന്നും അവശേഷിക്കുന്നു.